കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. Praise be to the holy name of the Lord. ഇന്ന് രാത്രിയിൽ കർത്താവിൻ്റെ പാദപീഠത്തിൽ ആഗതരായിരിക്കുന്ന എല്ലാ സഹോദരീ സഹോദരങ്ങൾക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. We bring you greetings in the matchless name of our Lord Jesus Christ to all the brothers and sisters who have gathered at the footstool of our Lord. കരുണാസമ്പന്നനായ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. May the merciful Lord bless each and every one. സംഭവബഹുലമായ ഒരു കാലഘട്ടത്തിലാണ് ഇന്ന് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. Me as well as you are living in a world which is full of incidents. ഓരോ ദിവസത്തെയും വാർത്താ മാധ്യമങ്ങളിൽ കൂടെ മനുഷ്യൻ എത്രമാത്രം വ്യാകുലപ്പെടുന്നു എന്നുള്ളത് നമുക്ക് ഗ്രഹിപ്പാൻ കഴിയും. And through the media we can understand each and every day how much man is being troubled. കർത്താവ് കരുണ തോന്നി എത്രയും വേഗം ഈ മഹാമാരിയുടെ കെണിയിൽ നിന്ന് ലോകത്തെ രക്ഷിപ്പാൻ ദൈവം നമ്മളോട് ദയ ചെയ്യട്ടെ. May the Lord show mercy and move with compassion that he may deliver us from the snare of this great pestilence. ദൈവസന്നിധിയിൽ കടന്നു വന്ന എല്ലാവരും പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിലായിരിക്കണമേ എന്നപേക്ഷിക്കുകയാണ്. I beseech everyone that all who have come to his presence be with prayers. അല്പസമയത്തെ നമ്മുടെ ധ്യാനത്തിനായി നമ്മുടെ ശ്രദ്ധയെ നമുക്ക് ദൈവ വചനത്തിലേക്ക് കൊണ്ടുവരാം. For a short meditation, let us bring our attention to the scriptures of God. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 36-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, Coming to the gospel according to St. John, chapter 8 and verse 36, when we read, നമ്മുടെ കർത്താവായ യേശു ഈ ഭൂമിയിലായിരിക്കുമ്പോൾ യേശു പറയുന്നൊരു വാക്ക് നമുക്കവിടെ കാണാൻ കഴിയും. We can see the words uttered by Jesus Christ when he was in this world. പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രർ എന്നാണ് യേശു പറയുന്നത്. Jesus says that if the Son therefore set you free, you shall be free indeed. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 36-ാം വാക്യം ദയവായി വായിച്ചാൽ. Let us read the gospel according to St. John, chapter 8 and verse 36. പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും. ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. Praise be to the holy name of the Lord. നാം ഇപ്പോൾ ഇവിടെ വായിച്ചു കേട്ട ഈ തിരുവെഴുത്ത് ക്രൈസ്തവ ലോകത്തിന് വളരെ സുപരിചിതമായ ഒരു തിരുവെഴുത്താണ്. The scripture portion which we have heard is familiar to the Christian world. നമ്മുടെ കർത്താവായ യേശുവിൻ്റെ ഈ ലോകത്തിലേക്കുള്ള ആഗമനത്തിൽ അല്ലെങ്കിൽ ദൈവിക പദ്ധതിയുടെ ഒരു ഭാഗമാണ് നാം ഇപ്പോൾ ഇവിടെ വായിച്ചു കേൾക്കുന്നത്. What we have heard right now is the words uttered during the coming of Christ or during the mission accomplished by God. സ്വാതന്ത്ര്യം എന്ന വിഷയത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ, when we study about the topic freedom, ജീവനുള്ളതും ചലനശേഷിയുള്ളതുമായ ഏതൊന്നിനും ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായ ഒന്ന് സ്വാതന്ത്ര്യം എന്നുള്ളതാണ്. Any living and moving creation, for it the most important is freedom. അത് മനുഷ്യനായാലും ഭൂമിയിലെ ഇതര ജീവജന്തുക്കളായാലും എല്ലാം എല്ലായ്പ്പോഴും സ്വാതന്ത്ര്യം ആഗ്രഹിക്കുകയാണ്. Be it man or any other creatures, it needs freedom. ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ അവൻ ഒരിക്കലും അടിമത്തത്തിലുള്ള ഒരു മനുഷ്യനായിരുന്നില്ല. When God created man, he was neither and never in subjection. എന്നാൽ ദൈവത്തിൻ്റെയും മനുഷ്യൻ്റെയും ശത്രുവായ സാത്താൻ്റെ വാക്ക് കേട്ടനുസരിച്ച നാൾ തുടങ്ങി മനുഷ്യൻ അനേക വിഷയങ്ങൾക്ക് അടിമയായി തീരുകയാണ്. But from the day when he heard the words of Satan, who was the enemy of God and man, he became subjected to many things. അന്ന് തുടങ്ങിയേ മനുഷ്യൻ സ്വാതന്ത്ര്യത്തിനായി വാഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ്. Since then, man has been looking forward for freedom. എല്ലാ ജീവജന്തുക്കൾക്കും സ്വാതന്ത്ര്യം എന്നുള്ളതൊരു പ്രധാന വിഷയമാണ്. And to all creation, freedom is a great concern. ചില നാളുകൾക്ക് മുൻപ് ഞാൻ ഒരു ബൈബിൾ ലഘുലേഖയിൽ ഒരു കഥ വായിപ്പാനിട വന്നു.
A few days ago, I read a story in a tract. അത് യാഥാർത്ഥ്യമാണോ സാങ്കല്പ്യമാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. I do not know if it is real or a myth. ഒരു വനപ്രദേശത്തെ ഒരു പക്ഷി നിരീക്ഷകനായ ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നു. There was a bird observer living in a forest. അദ്ദേഹം അനേക പക്ഷികളെ താൻ വളർത്തി അവയുടെ ചലനങ്ങൾ ജീവരീതികളെക്കുറിച്ച് നിരീക്ഷണം നടത്തിപ്പോരുന്നു. He used to take care of many birds and to observe their movements. അങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു ചെറിയ പക്ഷിക്കുഞ്ഞിനെ കിട്ടി. ഹണി ബേഡ്സ് എന്നാണ് അതിൻ്റെ പേര്. And once upon a time he got a small bird and it was called honey bird. താൻ ആ കുഞ്ഞിനെ തൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് മനോഹരമായൊരു കൂട്ടിലാക്കി അതിനെ സംരക്ഷിപ്പാൻ തുടങ്ങി. He took that bird, took it into his home and put it in a small nest. പക്ഷേ അതിൻ്റെ ഭക്ഷണ രീതികൾ, ജീവിത രീതികൾ എന്നിവയെക്കുറിച്ച് അദ്ദേഹത്തിന് വേണ്ടത്ര അറിവ് ഉണ്ടായിരുന്നില്ല. But he was not aware about its lifestyle or its food habits. തൽഫലമായി താൻ അതിലിങ്ങനെ ചിന്താകുലനായിരുന്നു. And therefore he was troubled. ചില ദിവസങ്ങൾക്കുള്ളിൽ ഈ കുഞ്ഞു പക്ഷിയുടെ തള്ളപ്പക്ഷി ഈ കുഞ്ഞിനെ തേടി വന്നു. After a few days, the mother bird came in search for this bird. താനത് കാണാനിട വന്നു. And he happened to see it. താൻ ശ്രദ്ധിക്കുമ്പോൾ ഈ തള്ള പക്ഷി കൂടിന് ചുറ്റും ചിറകടിച്ച് കരഞ്ഞു പറന്നുകൊണ്ടിരിക്കുകയാണ്. And as he was observing, he saw the mother bird flapping its wings and flying around. തന്റെ കുഞ്ഞിനെ ആ കൂട്ടിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ ആ തള്ളപ്പക്ഷി കഠിന പ്രയത്നം ചെയ്യുകയാണ്. And the mother bird is trying much in order to bring the bird outside. എന്നാൽ അതിന് കഴിയാതെ വന്നപ്പോൾ അത് ശബ്ദമുണ്ടാക്കി ചിലച്ച് പറന്നുപോയി. But when it could not, it made its sound and flew away. കുറച്ച് സമയത്തിന് ശേഷം ആ പക്ഷി വീണ്ടും പറന്നു വന്നു. After a while, again the bird came. അത് മടങ്ങി വരുമ്പോൾ അതിന്റെ ചുണ്ടിൽ ഒരു മനോഹരമായ പഴമുണ്ടായിരുന്നു. And when it came back, it had a fruit ആ in കൂടിന്റെ its ഉള്ളിൽ beak. കൂടെ ഈ പഴം കൊത്തി ഒടിച്ച് അതിലൊരു ഭാഗം എടുത്ത് ഈ കുഞ്ഞിന്റെ വായിൽ വെച്ചു കൊടുത്തു. And that mother bird gave a portion of that fruit unto this baby bird. അത് ഈ പക്ഷി നിരീക്ഷകന് വലിയ സന്തോഷമായി. And that brought a great joy for the bird observer. താൻ ചിന്തിച്ചു, തുടർന്ന് ഈ കുഞ്ഞ് പക്ഷിക്ക് അതിന്റെ അമ്മ തന്നെ തീറ്റി കൊടുത്തോളുമല്ലോ. So he thought the mother bird would feed the young one. എന്നാൽ കുറച്ച് കഴിഞ്ഞ് പക്ഷി പോയ ശേഷം ആ മനുഷ്യൻ ഇറങ്ങി ചെല്ലുമ്പോൾ, But after the bird went, when this man came out, ആ പക്ഷിക്കുഞ്ഞ് കൂടിനുള്ളിൽ ചത്തു കിടക്കുന്നത് കണ്ടു. he saw the baby bird dead over ആ there. മനുഷ്യന് വലിയ ദുഃഖവും വ്യാകുലതയും തോന്നി. That man was very sorrowful. ഉടനെ ആ പക്ഷി കൊണ്ടുവന്ന് തള്ളപ്പക്ഷി കൊടുത്ത ആ പഴത്തിന്റെ ശേഷിപ്പുള്ളത് ആ കൂടിന്റെ താഴെ ഉണ്ടായിരുന്നു. So he saw the remnants of the food which the mother bird gave to the baby bird. താൻ അതെടുത്ത് ആ പഴത്തെക്കുറിച്ച് പഠിച്ചപ്പോൾ, And when he took the fruit and examined it, അത് വളരെ ആ വനത്തിലെ ഏറ്റവും വിഷം നിറഞ്ഞ ഒരു വിഷക്കായായിരുന്നു. it was the most poisonous fruit in that ആ forest. വിഷക്കായാണ് ഈ തള്ളപ്പക്ഷി ഈ കുഞ്ഞിന് കൊടുത്തത്. And it was that poisonous fruit that was given to the baby എനിക്ക് bird. വലിയ അത്ഭുതം തോന്നി. He was wondered. പിന്നെ താൻ അതിനെക്കുറിച്ച് പഠിച്ചപ്പോൾ, And then when he studied, തന്റെ കുഞ്ഞ് അടിമപ്പെട്ട് ജീവിക്കുന്നതിന് ആ തള്ളപ്പക്ഷി ഇഷ്ടപ്പെടുന്നില്ല. he understood that the mother bird did not like the baby bird to be in cage. ഒന്നിൽ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ മരണം എന്നുള്ളതാണ് ആ പക്ഷിയുടെ അറിവ്. So the bird was thinking for either freedom or death. എല്ലാ മനുഷ്യർക്കും സ്വാതന്ത്ര്യം എന്നുള്ളതൊരു വിഷയമാണ്. To every man, freedom is a topic of concern. വിശുദ്ധ ബൈബിളിന്റെ ആഴങ്ങളിലേക്ക് നാം ഇറങ്ങി പഠിക്കുമ്പോൾ, When we go into the depth of the scriptures of the Holy Bible, യേശുവിന്റെ വാക്കുകൾ നമുക്ക് കാണാൻ കഴിയും. we can see the words of Jesus. യേശു പറയുകയാണ്, And Jesus is saying, പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരായി തീരും. if the Son therefore set you free, you shall be free indeed. വീണ്ടും നമ്മൾ തിരുവെഴുത്തിന്റെ ആഴങ്ങൾ പഠിക്കുമ്പോൾ, Again, when we go into the depth of the scriptures, വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതുമ്പോൾ താൻ ഒരു വാക്കിങ്ങനെ എഴുതുന്നു. St. Paul, when he writes to the Corinthian church, says 2 likewise. കൊരിന്ത്യർ 3-ാം വാക്യത്തിൽ വരുമ്പോൾ, Second epistle, chapter 3 and verse 17, we അവിടെ read, പൗലോസ്ലീഹ പറയുന്നു, there St. Paul says, ദൈവം ആത്മാവാകുന്നു. and the Lord is spirit.
ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യവുമുണ്ട്. Where the Spirit of the Lord is, there is അപ്പോൾ liberty. പുത്രൻ വരുത്തുന്ന സ്വാതന്ത്ര്യമുണ്ട്, So there is a freedom by the Son ആത്മാവ് വരുത്തുന്ന സ്വാതന്ത്ര്യമുണ്ട്. and a freedom by the Spirit. വീണ്ടും യോഹന്നാന്റെ സുവിശേഷം 8-ാം വാക്യത്തിൽ വരുമ്പോൾ Again coming to the Gospel of John chapter 8 verse 32. അവിടെ യേശു പറയുന്നു, Again Jesus says, നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. Ye shall know the truth, and the truth shall make you free. അങ്ങനെ ബൈബിൾ അടിസ്ഥാനത്തിൽ സ്വാതന്ത്ര്യത്തിന്റെ 3 ഭാഗം നമുക്ക് കാണാം. So according to the Bible, we can see 3 portions of freedom. ഒന്ന് യേശു അല്ലെങ്കിൽ ദൈവപുത്രൻ വരുത്തുന്ന സ്വാതന്ത്ര്യം. 1, the freedom by Jesus or the Son of God. രണ്ടാമത് ആത്മാവിന്റെ സാന്നിധ്യം വരുത്തുന്ന സ്വാതന്ത്ര്യം. 2, the liberty by the presence of the Spirit. മൂന്നാമത് സത്യവചനമായ തിരുവെഴുത്ത് മനുഷ്യന് വരുത്തുന്ന സ്വാതന്ത്ര്യം. 3, the liberty by the true word of God. തുടർന്ന് നമുക്ക് ഈ തിരുവെഴുത്തിന്റെ ആഴങ്ങളെ കുറിച്ച് ചിന്തിക്കാം. Let's examine the scriptures and the depth of it. മനുഷ്യനെ ദൈവം സൃഷ്ടിക്കുമ്പോൾ When man was created by God, മനുഷ്യൻ ഒരുവിധ വിഷയങ്ങൾക്കും അടിമയായിരുന്നില്ല. man was not subjected to any topic. ദൈവം സൃഷ്ടിച്ചുണ്ടാക്കിയ എല്ലാ സൃഷ്ടികൾക്കും പ്രഭുവും രാജാവുമായി അവൻ വാണിരുന്നു. And he was made Lord and King above all the creation. എന്നാൽ മനുഷ്യൻ ദൈവത്തിന്റെ വാക്കുകളെ വിട്ട് But man went away from the word of God വഞ്ചകനായ പിശാചിന്റെ വാക്കുകളെ സ്വീകരിച്ചപ്പോൾ and received the words of the deceiver Satan. ഇന്ന് മനുഷ്യൻ അനവധി വിഷയങ്ങൾക്ക് അടിമപ്പെട്ടിരിക്കുകയാണ്. And man has become subjected to many things today. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to God. എന്നാൽ മനുഷ്യൻ ഇന്നായിരിക്കുന്ന എല്ലാ വിഷയങ്ങളിൽ നിന്നും And from all the topics of concern that man അവനെ is, ദിനംപ്രതി അടിമപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ വിഷയങ്ങളിൽ നിന്നും and from all the topics that has made him into subjection, അവന് വിടുതൽ കൊടുക്കുവാൻ യേശുവിന്റെ സാന്നിധ്യത്തിന് കഴിയും. the presence of Jesus can bring in a deliverance. അവന് വിടുതൽ കൊടുക്കുവാൻ ആത്മാവിന്റെ സാന്നിധ്യത്തിന് കഴിയും. And there can be a deliverance by the presence of the Spirit. അവന് വിടുതൽ കൊടുക്കുവാൻ വിശുദ്ധ തിരുവെഴുത്തായ സത്യത്തിന് കഴിയും. And by the truth of the word of God, he can bring a deliverance. മനുഷ്യൻ അനേക വിഷയങ്ങൾക്ക് അടിമയാണ്. Today, man is subjected to many things. ഒരു യജമാനൻ മനുഷ്യന്റെ മേൽ വാഴുകയാണ്. A master is ruling upon man. പുരാതന കാലത്ത് ലോകത്തിൽ അടിമക്കച്ചവടം ഉണ്ടായിരുന്നു. In the former times, there was this slavery. പഴയ നിയമ ഇസ്രായേലിന്റെ ചരിത്ര പശ്ചാത്തലം പഠിക്കുമ്പോൾ നമുക്കത് കാണാൻ കഴിയും. We can see that in the historical background of the Old Testament Israel. ഏറിയ വർഷങ്ങൾക്ക് മുമ്പ് വരെയും അതുണ്ടായിരുന്നു. It was there until a few years before. ലോക പ്രശസ്തമായ ഒരു സംഭവമാണ് അമേരിക്കയിലെ അടിമക്കച്ചവടത്തിന്റെ നിരോധനം. And it's one of the most important famous thing, the banishment of the slavery in America. ഏതാണ്ട് 1800-നോടനുബന്ധിച്ച് അമേരിക്ക ഭരിച്ചിരുന്ന ഏബ്രഹാം ലിങ്കൻ, who ruled near to the 1800s. അദ്ദേഹം ഒരു ദാരിദ്ര്യപ്പെട്ട പശ്ചാത്തലത്തിൽ നിന്ന് പഠിച്ച് വളർന്നു വന്ന ഒരു മഹാനായിരുന്നു. He was a man who was in a poor family, studied and became a great man. അദ്ദേഹം അമേരിക്കയുടെ 16ാമത്തെ പ്രസിഡന്റ് ആയിരുന്നു. And he became the 16th president of the United States. ബാല്യകാലത്തിലെ വളരെ തികഞ്ഞ ദൈവഭക്തനായി ജീവിച്ചിരുന്നു. Right from his childhood, he was a devout man. തന്നെ എല്ലായ്പ്പോഴും വ്യാകുലപ്പെടുത്തിയ വിഷയങ്ങളിലൊന്ന് അടിമക്കച്ചവടമായിരുന്നു. A topic which made him in trouble always was slavery. താൻ ആ അടിമക്കച്ചവടം നിരോധിച്ചു. And he abolished or banned അപ്പോൾ that തന്റെ slavery. സ്നേഹിതനായ ഒരു വില്യം എന്ന് പറയുന്ന ഒരുവനുണ്ടായിരുന്നു. So he had a friend named William. അദ്ദേഹം വന്ന് എബ്രഹാം ലിങ്കനോട് പറഞ്ഞു, He came and said unto Abraham Lincoln, എബ്രഹാം, നിന്റെ പ്ലാനുകൾ കൊള്ളാം, Abraham, your plans are good, നിന്റെ പ്രഖ്യാപനം കൊള്ളാം, and your announcement is great. പക്ഷെ ഇപ്പോൾ ഇവർ സ്വതന്ത്രരല്ല. But now they are not free. ആകയാൽ നീ 2 കാര്യങ്ങൾ ചെയ്താലേ നീ കൽപ്പിച്ച സ്വാതന്ത്ര്യം കൊണ്ട് പ്രയോജനം വരൂ. Okay, therefore you have to do 2 things for that liberty to be true. എബ്രഹാം വളരെ ആകാംക്ഷയോടെ അത് കേട്ടു. And Abraham was looking towards it. എന്താണ് ചെയ്യേണ്ടത്? What should I do? ഒന്ന്, ഈ അടിമകൾക്ക്, മുതലാളിമാർക്ക് നീ മറുവില കൊടുക്കേണ്ടി വരും. 1, you have to pay a ransom to the masters of these slaves. കാര്യം ഇവരെല്ലാവരും ഇങ്ങനെ വില കൊടുത്ത് വാങ്ങിയ അടിമകളാണ്.
because all of them have been bought with and purchased. ആകയാൽ അവർക്ക് മറുവില കൊടുക്കേണ്ടി വരും. Therefore you have to pay a price. അതുമാത്രവുമല്ല, Not only that, ഇങ്ങനെ മറുവില കൊടുത്ത് സ്വതന്ത്രരാക്കുന്ന അടിമകൾ and all these slaves who have been set free, തുടർന്നും സുരക്ഷിതരായി ജീവിക്കാനുള്ള ക്രമീകരണങ്ങൾ നമ്മൾ ചെയ്യണം. you have to make the arrangements for them to live freely. ആകയാൽ ഒരു നിയമം ലോകത്തിൽ കൊണ്ടുവന്നത് കൊണ്ട് പ്രയോജനമില്ല. Therefore it is of no use for a law to be അത് imposed. പ്രായോഗികമാക്കി തീർക്കേണ്ടതിന് In order to make it true, ഒന്ന് അവരുടെ മറുവില കൊടുക്കണം. one, we have to pay their price. രണ്ട്, മറുവില കിട്ടു സ്വതന്ത്രരായി തീരുന്നവർ And those who are set free, വീണ്ടും അടിമത്തത്തിൽ കുടുങ്ങാതിരിക്കേണ്ടതിന് again they should not be in slavery. അവർ സ്വതന്ത്രരാണെന്നുള്ള ബോധ്യം വരുത്തി They have to make true that they are free, അവരെ സംരക്ഷിക്കാനുള്ള കാര്യം ചെയ്യണം. and we have to make things for them to be protected. ഇതുകൊണ്ടാണ് പൗലോസ്ലീഹ ഗലാത്യർക്ക് ലേഖനം എഴുതുമ്പോൾ പറഞ്ഞിരിക്കുന്നത്, That's why St. Paul, when he wrote to the Galatian ക്രിസ്തു church, നിങ്ങളെ സ്വതന്ത്രരാക്കി, Christ has set you free. നിങ്ങൾ വീണ്ടും അടിമനുഖത്തിൽ കുടുങ്ങിപ്പോകരുത്. Do not be entangled in the yoke of bondage. ഗലാത്യ ലേഖനം 5-ാം അധ്യായം പ്രാരംഭ വരികൾ ദയവായി വായിച്ചാൽ. Galatians chapter 5 and the first verse. സ്വതന്ത്രത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വാതന്ത്ര്യരാക്കി, ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പിൻ, അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. Christ has set you free. യേശു എന്താ പറയുന്നത്? What is Jesus saying? പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാണ്. If the Son has set you free, you are free indeed. ഇവിടെ പൗലോസ്ലീഹ എന്തു പറയുന്നു? What is St. Paul saying here? യേശു നിങ്ങളെ സ്വതന്ത്രരാക്കി. Jesus has set you free. നിങ്ങൾ വീണ്ടും അടിമനുഖത്തിൽ കുടുങ്ങിപ്പോകരുത്. Be not entangled again with the yoke of bondage. യേശു നമുക്ക് വരുത്തുന്ന സ്വാതന്ത്ര്യം, So the freedom brought by Jesus, ആ സ്വാതന്ത്ര്യം വെറുതെ ലഭിച്ചതല്ല. that was not for free. അവൻ നമുക്ക് മറുവില കൊടുത്തു കഴിഞ്ഞു. He has paid the ransom. അങ്ങനെ മറുവില കൊടുത്തു സ്വതന്ത്രരാക്കി തീർത്ത നമ്മെ And we who have been made free likewise, അവൻ പൂർണ്ണമായി സംരക്ഷിക്കുന്ന ദൈവമാണ്. He is the God who keeps us and preserves us. യേശു ക്രിസ്തുവിൽ കൂടെ And through Jesus Christ, മനുഷ്യവർഗത്തിന് ലഭിക്കുന്ന സ്വാതന്ത്ര്യം എന്തിൽ എന്ന് നമുക്ക് ചിന്തിക്കാം. let us see what is the freedom that mankind receives. മനുഷ്യനെ അലട്ടുന്ന ഏറ്റവും വലിയൊരു പ്രതിസന്ധിയാണ് പാപം. And the greatest thing that affects a man is sin. പാപം എന്നൊരു പ്രതിഭാസം മനുഷ്യന്റെ മേൽ ആധിപത്യം പിടിച്ചിരിക്കുകയാണ്. Sin is a phenomenon that has taken dominion over man. ലോകമില്ലെന്ന് ദൈവമില്ലെന്ന് പറയുന്ന നിരേശ്വരവാദികൾ പോലും പാപമുണ്ടെന്ന് പറയുകയാണ്. Even the atheist who says that there is no God says there is sin. പാപം ഒരു നിത്യ പ്രതിഭാസമാണ്. Sin is an eternal അത് phenomenon, മനുഷ്യന്റെ മേൽ വാഴുകയാണ്. and it is taking dominion over man. പൗലോസ് ഒരിക്കൽ പറയുന്നു, Once St. Paul said, നന്മ ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ട്, I desire to do good, പക്ഷെ ഞാൻ ചെയ്യുന്നതോ തിന്മയത്രേ. but whatever I do is evil. ഞാൻ അങ്ങനെ ചെയ്യുന്നു എങ്കിൽ And if I am doing so, അത് ഞാനല്ല, it's not me. അത് ഞാനല്ല, It is not me. എന്നിൽ വസിക്കുന്ന പാപം എന്നെ കൊണ്ട് അത് ചെയ്യിക്കുകയാണ്. It is the sin that is dwelling in me to do it. നന്മ ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ട്, I will to do good, പക്ഷെ ഞാൻ ചെയ്യുന്നതോ ഇച്ഛിക്കാത്ത തിന്മകൾ. but I do evil which I do not even അതിനെ think. ചെയ്യുന്നു എങ്കിലോ And if I do so, അത് ഞാനല്ല, it's not me, എന്നിൽ വസിക്കുന്ന പാപമാണ്. but the sin that dwelleth within. ആകയാൽ പാപം ഒരു വലിയ പ്രതിഭാസമാണ്. Therefore sin is a great phenomenon. പാപം ഒരു മഹാസർപ്പത്തെ പോലെ നമ്മെ വിഴുങ്ങുവാൻ ശ്രമിക്കുന്നതാണ്. Sin is coming like a great serpent in order to അതിൽ devour. നിന്ന് മനുഷ്യനെ എങ്ങനെ വിടുതൽ പ്രാപിക്കാം? How can man be delivered from it? ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to God. പാപം വാതുക്കൽ കിടക്കുന്നു എന്നൊരിക്കൽ കായീനോട് ദൈവം സംസാരിക്കുന്നത് കാണാം. We can see that God says unto Cain, sin is at your അതിന്റെ doorstep. ആഗ്രഹം നിന്നോടാണെന്ന് കായീനോട് ദൈവം പറയുക. And God said unto him, its desire is towards you. ആകയാൽ പാപത്തിൽ നിന്നും പാപത്തിന്റെ പ്രമാണത്തിൽ നിന്നും നമുക്ക് വിടുതൽ വേണം. Therefore we need to be delivered from the doctrine of sin. വിശുദ്ധ പൗലോസ് റോമർക്ക് ലേഖനം എഴുതുമ്പോൾ St. Paul, when he writes to the Romans church, 6-ാം അധ്യായം 22-ാം വാക്യത്തിൽ in chapter 6 and verse 22, അവിടെ പൗലോസ് പറയുന്നു, there St. Paul says, പാപത്തിൽ നിന്ന് from sin, യേശുക്രിസ്തു മുഖാന്തരം by Jesus Christ, എനിക്ക് സ്വാതന്ത്ര്യം വന്നിരിക്കുന്നു. freedom has come to me. പുത്രൻ സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാണ്. If the Son sets you free, you are free indeed. റോമാലേഖനം 6-ാം അധ്യായം 22-ാം വാക്യം വായിച്ചാൽ. Romans chapter 6 and verse 22. എന്നാൽ ഇപ്പോൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിന് ദാസന്മാരായിരിക്കയാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം വിശുദ്ധീകരണവും
അതിന്റെ അന്തം നിത്യജീവനുമാകുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to God. റോമാലേഖനം 6-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ When we study Romans chapter 6, പാപം എന്ന നിത്യ പ്രതിഭാസം the eternal phenomenon sin, മനുഷ്യനെ വാഴുന്നെന്നും it is taking dominion over പാപം man, ഒരു യജമാനനാണെന്നും and it is like a master, അവൻ മനുഷ്യനെ കൊണ്ട് ഊഴിയവേല ചെയ്യിക്കുന്നുവെന്നും and it is making man to be in bondage, ഇച്ഛിക്കാത്ത തിന്മകൾ അവനെ കൊണ്ട് ചെയ്യിക്കുന്നെന്നും and making him to do unworthy things, അവസരം ലഭിക്കുമ്പോൾ മനുഷ്യനെ വഞ്ചിക്കുന്നെന്നും and deceives man at times of opportunity, അവസരം ലഭിക്കുമ്പോഴൊക്കെ ഈ മോഹങ്ങളെ ഉളവാക്കുന്നു എന്നും and makes in a lust in times of അവസരം opportunities, ലഭിക്കുമ്പോഴൊക്കെയും കൊല്ലുന്നു എന്നും ഒക്കെ and in chances he makes them to kill. പൗലോസ് റോമാലേഖനം 6-ാം അധ്യായത്തിൽ പാപത്തെക്കുറിച്ച് പറയുകയാണ്. St. Paul has mentioned in detail in Romans 6, എന്നാൽ ഇപ്പോൾ 22-ാം വാക്യത്തിൽ പറയുന്നു, but in verse 22 he says, പാപത്തിൽ നിന്ന് യേശുക്രിസ്തുവിനാൽ എനിക്ക് സ്വാതന്ത്ര്യം വന്നിരിക്കുന്നു. I have been set free from sin by Jesus Christ. യേശു സ്വാതന്ത്ര്യം വരുത്തിയാലേ ഒരു മനുഷ്യന് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിക്കത്തുള്ളൂ. A man can be set free from sin only by Jesus Christ. വീണ്ടും റോമാലേഖനം 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ Again coming to Romans chapter 8, അതിന്റെ പ്രാരംഭ വരികളിൽ പൗലോസ് പറയുന്നു, in the beginning verses St. Paul says, ആത്മാവിന്റെ പ്രമാണം and the law of the Spirit എന്നെ പാപപ്രമാണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം വരുത്തുന്നു. has made me free from the law of sin. വായിച്ചാട്ട്. Shall we read? ജീവന്റെ ആത്മാവിന്റെ പ്രമാണം, ജീവന്റെ ആത്മാവിന്റെ പ്രമാണം, എനിക്ക് പാപത്തിന്റെയും And from the law of the Spirit of life, ജീവന്റെ ആത്മാവിന്റെ പ്രമാണം, from the law of the Spirit of life, എനിക്ക് and me, പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തയേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. has made me free from the law of ഇവിടെ sin and death. പാപത്തിന്റെ പ്രമാണവും മരണത്തിന്റെ പ്രമാണവും നമുക്ക് കാണാം. We can see law of sin and law of പക്ഷേ death. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം, But the law of the Spirit of life, പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് from the law of sin and death, യേശുക്രിസ്തുവിനാൽ എനിക്ക് സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. has brought in freedom through Jesus Christ. യേശു എന്തു പറയുന്നു? What is Jesus saying? പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാണ്. If the Son sets you free, you are free indeed. യേശു നമ്മെ സ്വതന്ത്രരാക്കിയാണ്. Jesus is setting you free. സ്വാതന്ത്ര്യം എല്ലാ മനുഷ്യനും ആഗ്രഹിക്കുന്നു. Every man desires freedom. സ്വാതന്ത്ര്യം ലഭിപ്പാൻ യേശുവിന്റെ സാന്നിധ്യം നമ്മിലേക്ക് വരട്ടെ. To receive freedom, let the presence of Jesus come into അടുത്തതായി you. നാം തിരുവെഴുത്തിന്റെ ആഴങ്ങളിലേക്ക് വരുമ്പോൾ Again, when we come to the depth of the scriptures, മനുഷ്യനെ അലട്ടുന്ന മറ്റൊരു വലിയ പ്രതിസന്ധിയാണ് ശാപം. the next thing that affects man is curse. ബൈബിളിൽ അനേക ഭാഗങ്ങളിൽ ശാപത്തെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. There has been mentioning about curse in different parts of the ദൈവം Bible. മനുഷ്യനെ ശപിക്കുന്നതായി കാണാം. We can see God cursing man. ദൈവം സർപ്പത്തെ ശപിക്കുന്നത് കാണാം. We can see God cursing the serpent. ദൈവം ഭൂമിയെ ശപിക്കുന്നത് കാണാം. We can see God cursing the earth. അങ്ങനെ ശാപത്തിന്റെ ഒരുപാട് വാക്കുകൾ ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. There are many words of curse written in the Bible. മനുഷ്യനെ അലട്ടുന്ന വലിയൊരു പ്രതിസന്ധിയാണ് ശാപം. It is a great tribulation afflicting man. ആ ശാപത്തിൽ നിന്ന് മനുഷ്യർക്ക് എങ്ങനെ വിടുതൽ പ്രാപിക്കാം? How can man be delivered from the curse? നാം തിരുവെഴുത്തിലേക്ക് കടന്നു വരുമ്പോൾ Again, coming to the scriptures, വിശുദ്ധ ബൈബിളിലെ ഒരു മനോഹരമായ കുടുംബം കാണാം. we can see a beautiful family in the Holy ആ Bible. കുടുംബ നായകന്റെ പേര് ഇസഹാക്ക് എന്നായിരുന്നു. And the master's name is Isaac. അദ്ദേഹം അബ്രഹാം എന്ന നീതിമാന്റെ സന്തതിയാണ്. He is the seed of Abraham the righteous. അദ്ദേഹത്തിന് 2 മക്കൾ ഉണ്ടായിരുന്നു. He had 2 children. ഒരുവന്റെ പേര് യേശാവ്, One's name is Esau. മറ്റൊരുവന്റെ പേര് യാക്കോബ്. Other one is Jacob. അവർ രണ്ടുപേരും ഒന്നിച്ച് ജീവിച്ചിരുന്നു. They lived together. യാക്കോബ് ഒരു സാധുശീലനും കൂടാരവാസിയുമായിരുന്നു. Jacob was humble and a tent dweller. പക്ഷേ യേശാവ് ഒരു മരുഭൂമിയിൽ നായാട്ടുവീരനായി ജീവിച്ചവനായിരുന്നു. But Esau was a hunter and lived in 2 the forest. കുട്ടികളും വളർന്നു വന്നു. And they both grew up. ഈ മൂത്ത മകൻ എല്ലായ്പ്പോഴും നായാട്ട് നടത്തി. And the eldest son was always hunting. അവൻ കാട്ടുമൃഗങ്ങളെ കൊണ്ടുവന്ന് അപ്പനെ പാചകം ചെയ്തു കൊടുക്കുമായിരുന്നു. He used to bring in wild beasts and cook and give it to the father. അപ്പനായ ഐസക്കിന് മൂത്ത മകനോട് വലിയ ഇഷ്ടമായിരുന്നു. Isaac was greatly pleased with the eldest എന്നാൽ son. അമ്മയായ റിബേക്കയ്ക്ക് ഇളയ മകനായ യാക്കോബിനോടായിരുന്നു താല്പര്യം. But mother Rebecca was in favor of the younger കാലങ്ങൾ son. പലത് കടന്നുപോയി. Years went by. ഇസഹാക്ക് വയോധ്യനായി. Isaac became old. തന്റെ മരണനാൾ
അടുത്തപ്പോൾ during the final days, താൻ തന്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുന്ന ഒരു ഭാഗം നമുക്ക് കാണാം. we can see a portion where he blesses his children. ആ അനുഗ്രഹത്തിനായി താൻ മൂത്ത മകനോട് ആവശ്യപ്പെട്ടു. And for that blessing, he asked his eldest son, മകൻ പോയി നായാട്ട് നടത്തി you should go and hunt, കാട്ടുമൃഗത്തെ പിടിച്ച് bring a wild beast, അത് പാചകം ചെയ്ത് എന്റെ അടുക്കൽ കൊണ്ടുവാ, cook it and bring it to me. ഞാനത് ഭക്ഷിച്ച് തൃപ്തനായി നിന്നെ അനുഗ്രഹിക്കാം. I may eat and my soul bless thee. അവൻ അത് അപ്പന്റെ വാക്ക് കേട്ട് നായാട്ടിനായി പോയി. He heard his father's word and went for പക്ഷേ him. അവന്റെ അനുജനായ യാക്കോബ് But his younger one, Jacob, അമ്മയുടെ സഹായത്താൽ by the help of his mother, ഇതാ അപ്പന് ഇഷ്ടമുള്ള ആഹാരവുമായി അപ്പന്റെ അടുക്കൽ ചെന്നു. comes with the most favorite food for the അവൻ father. അപ്പന്റെ കയ്യിൽ നിന്ന് അനുഗ്രഹങ്ങളെല്ലാം വാങ്ങി. And he received all the blessings from the അധികം father. വൈകി മുമ്പ് മൂത്ത മകനായ ഏശാവ് അപ്പനെ തേടി വന്നു. Before much long, Esau came in hunt of പക്ഷേ father. അപ്പോഴേക്കും താൻ അനുഗ്രഹമെല്ലാം മറ്റൊരുവന് കൊടുത്തു എന്നാ പറയുന്നു. But it says that all the blessings were given off. ഉൽപ്പത്തി പുസ്തകം 27 അധ്യായത്തിൽ വരുമ്പോൾ When we come to Genesis chapter ആ 27, സംഭവ ചരിത്രത്തിന്റെ രൂപരേഖ നമുക്ക് കാണാം. we can see the outline of that story. ആ ഇസഹാക്ക് എല്ലാ അനുഗ്രഹവും കൊടുത്തു എന്ന് യേശാവിനോട് പറയുമ്പോൾ When Isaac says that all the blessings have been handed off, യേശാവ് വാവിട്ട് കരയുകയാണ്. Esau cries out, അപ്പാ അപ്പാ, Father, Father, എന്നെ കൂടെ അനുഗ്രഹിക്കണമേ, bless me too. എന്നെ കൂടെ അനുഗ്രഹിക്കണമേ. Bless me too. തുടർന്ന് അപ്പൻ എന്തു പറയുന്നു? What's the father നീ saying? നിന്റെ വാളുകൊണ്ട് ഉപജീവനം കഴിക്കും. You shall live with your sword. നിനക്ക് ആകാശത്തിലെയും ഭൂമിയിലെയും നന്മകളൊന്നും ലഭിക്കത്തില്ല. You will not receive the blessings of heaven പക്ഷേ and earth. നിന്റെ സഹോദരന്റെ നുകത്തിന്റെ കെട്ടുകൾ അഴിയും. But the yoke of your brother shall be set അപ്പോൾ off. നീ നുകം കുടഞ്ഞു കളയണം. And then you should shake it off. അവിടെ ശാപം ഒരു നുകമായി കാണുകയാണ്. There it has been mentioned as a yoke. പക്ഷെ ആ നുകം നീ നിത്യം ചുമക്കേണ്ട. You don't have to take it ആ forever. നുകത്തിന്റെ കെട്ടഴിക്കും. There will be a day that will set forth. നുകത്തിന്റെ കെട്ടഴിയും. And the bondage shall be set free. കെട്ടഴിയുമ്പോൾ And when that നീ tie is loose, നുകം കുടഞ്ഞു കളയണം. you have to shake off the yoke. യേശു എന്തിനാണ് ലോകത്തിൽ വന്നത്? Why did Jesus come into this അവൻ world? ശാപത്തിന്റെ കെട്ടുകളെ അഴിക്കുവാനാണ്. In order to untie the cords of ദൈവത്തിന് മഹത്വം curse. ഉണ്ടാകട്ടെ. Praise be to the അവൻ Lord. ശാപത്തിന്റെ കെട്ടുകളെ അഴിപ്പാനാണ് വന്നത്. He came in order to set free the cords of curse. തിരുവെഴുത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ Again, when we come to the scriptures, നമുക്കത് വളരെ വ്യക്തമായി കാണാൻ കഴിയും. we can see it very clearly in the Holy Bible. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Praise be to the name of the Lord. വിശുദ്ധ ബൈബിളിൽ അതിന്റെ ആഴങ്ങൾ പറഞ്ഞിരിക്കുന്നത് കാണാം. We can see in the Holy Bible the depth of the scripture. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Praise be to the Lord. അവന്റെ നുകത്തിന്റെ കെട്ടഴിയുമ്പോൾ When the yokes are set free, നീ അവന്റെ നുകം കുടഞ്ഞു കളയണം. you have to shake it off the neck. ചില നാളുകൾക്ക് ശേഷം അങ്ങനെ ഒരു അവസരം ലഭിച്ചിരുന്നു. After a few years, the opportunity came. യേശാവും യാക്കോബും തമ്മിൽ കണ്ടു. Esau and Jacob met. ചില വർഷങ്ങൾ കഴിഞ്ഞായിരുന്നു. It was after a few years. അപ്പോൾ അവന് നുകം കുടഞ്ഞു കളയുവാൻ അവസരം ഉണ്ടായിരുന്നു. And there was the opportunity to shake off the yoke. പക്ഷേ അവൻ നുകം കുടഞ്ഞു കളഞ്ഞില്ല. But he did not shake it. അവൻ ആ സഹോദരനുള്ള വൈരാഗ്യം പിന്നെയും വെച്ചുകൊണ്ടേയിരുന്നു. He had that revenge in him again and again. പിന്നെ തലമുറയായി ആ വൈരാഗ്യവും വെറുപ്പും അവരുടെ തലമുറകൾ കൈമാറിക്കൊണ്ടിരുന്നു. And that hatred and revenge came on to the generations. ശാപം ഒരു വലിയ ബന്ധനമാണ്. Curse is a great bondage. ആ ശാപത്തിന്റെ നുകം നാം കുടഞ്ഞു കളയണം. We have to shake off that yoke ഇനി of curse. മറ്റൊരുവനെ നമുക്ക് കാണാം. Again we can see another man. ഉൽപ്പത്തി പുസ്തകം 49 അധ്യായത്തിൽ വരുമ്പോൾ Coming to Genesis chapter അവിടെ 49, വയോധ്യനായ യാക്കോബിനെ നമുക്ക് കാണാം. we can see the old Jacob over there. യാക്കോബ് തന്റെ അന്ത്യനാളുകളിൽ മിസ്രൈമിലായിരുന്നു. In his final days, he was at താൻ Egypt. അവിടെ ആയിരിക്കുമ്പോൾ When he was over there, തന്റെ മകനായ ജോസഫ് മിസ്രൈമിൽ ഉണ്ടായിരുന്നു. his son Joseph was there in Egypt. ആ ജോസഫിനെ തേടി താൻ മിസ്രൈമിൽ പോയി. He came to Egypt in search of Joseph, മിസ്രൈമിൽ കിടന്നാണ് അദ്ദേഹം മരിക്കുന്നത്. and he died in Egypt. തന്റെ മരണനാളുകൾ അടുത്തപ്പോൾ During his final days, താൻ തന്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുന്ന ഒരു ഭാഗം നമുക്ക് കാണാം. we can see a portion where he blesses his ഉൽപ്പത്തി sons. പുസ്തകം 49 അധ്യായത്തിൽ വരുമ്പോൾ Coming to Genesis chapter 49, തന്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുന്ന നല്ല ഒരു ഭാഗം നമുക്കത് കാണാൻ കഴിയും. we can see a good portion where he blesses his children. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to God.
അവിടെ രണ്ട് മക്കൾ അടുക്കൽ വരുമ്പോൾ When two children came nigh unto him, 5 തുടങ്ങി 7 വരെയുള്ള വാക്യങ്ങളിൽ from verse 5 to verse അവൻ 7, രണ്ട് മക്കളെ ശപിക്കുന്നത് നമുക്ക് കാണാം. we can see he curses two അവരുടെ sons. പേര് ലേവിയും ശിമിയോനുമാണ്. And their names are Simeon and Levi. ലേവിയും ശിമിയോനും ശപിക്കപ്പെട്ടവനെന്നാണ് യാക്കോബ് പറയുന്നത്. Jacob says, Simeon and Levi are cursed. യാക്കോബ് പറയുന്നു, And Jacob says, ഇസ്രായേലേ നീ അവരുടെ യോഗത്തിൽ കൂടരുത്, O Israel, do not be in their അവരോട് gathering. യാതൊരു ഐക്യത്തിനും പോകരുത്, Do not go for any അവരുടെ dwelling, ദുഷ്ടതയും ദോഷവും വലുതാണ്. because great is their അവരുടെ evilness. ദുഷ്ടത നിമിത്തം ഇപ്പോൾ അപ്പനായ യാക്കോബ് അവരെ ശപിക്കുകയാണ്. And because of their wickedness, their father Jacob is അവർ cursing them. ദുഃഖിതരും ലജ്ജിതരുമായി അപ്പന്റെ ആ മുറി വിട്ട് പുറത്തുപോയി. And they were sorrowed and ashamed and ഏറിയ went off. വർഷക്കാലം അവർ ആ ശാപയോഗ്യരായി തന്നെ ജീവിച്ചു. And they were worthy of that curse for long എന്നാൽ ഒരു years. ദിവസം ശാപം കുടഞ്ഞു കളയുവാൻ അവർക്ക് അവസരം കിട്ടി. One day, they got the opportunity to shake off that ഇസ്രായേൽ yoke. മിസ്രൈമിൽ നിന്ന് കനാനിലേക്ക് പോകുമ്പോൾ When Israelites went from Egypt to Canaan, യാത്രമധ്യേ ദൈവത്തിന്റെ ക്രോധം ഇസ്രായേലിന് നേരെ ഉണ്ടായി. on their journey, the wrath of the Lord came upon them. മോശ പർവ്വതത്തിലായിരിക്കുമ്പോൾ Moses was on the mount. ആ ഇസ്രായേൽ ജനം വിഗ്രഹാരാധനയിലേക്ക് പോയി. The Israelites went for idolatry. മോശ പർവ്വതം വിട്ട് ഇറങ്ങി വന്നു. And Moses came down the mount. മോശ വളരെ മനോവേദനയോട് ഒരു കാര്യം ചോദിച്ചു. And with great disappointment, he യഹോവയുടെ asked, പക്ഷത്താരുണ്ട്? Who is on the Lord's side? യഹോവയുടെ പക്ഷത്താരുണ്ട്? Who is on the Lord's side? ഇതാ 11 ഗോത്രവും തിരിഞ്ഞു നിൽക്കുന്നു. 11 tribes against. എന്നാൽ ലേവി പറയുന്നു, ഞങ്ങൾ യഹോവയുടെ പക്ഷത്താണ്. But the tribe of Levi said, We are on the Lord's അവന് side. ശാപം കുടഞ്ഞു കളയുവാൻ ഒരവസരം ലഭിച്ചു. An opportunity to shake off the yoke. അത് സ്വർഗം അംഗീകരിച്ചു. And the heavens accepted. അവന്റെ അപ്പൻ എന്തു പറഞ്ഞു? What did his father say? ഇസ്രായേലേ, ലേവിയെ നിന്റെ യോഗത്തിൽ കൂട്ടരുതേന്നാണ്. O Israel, do not be in their assembly. എന്നാൽ പിൽക്കാലത്ത് ഇസ്രായേലിന് യോഗം കൂടണമെങ്കിൽ, But later, for the assembly to be gathered, ഇസ്രായേലിന് വേണ്ടി, ഇസ്രായേൽ ഗോത്രങ്ങൾക്ക് വേണ്ടി യാഗം അർപ്പിക്കണമെങ്കിൽ, for the offerings and the sacrifice for the Israelites to be done, ഇസ്രായേൽ ജനത്തെ ദൈവത്തിന്റെ നാമത്തിൽ അനുഗ്രഹിക്കണമെങ്കിൽ, for the people of Israel to be blessed in the name of the അവിടെ Lord, എല്ലാം ആവശ്യമായിരിക്കുന്നത് ലേവിയാണ്. all over there we needed the ലേവി Levites. അനുഗ്രഹിക്കപ്പെട്ടവനായി മാറി. Levites became the blessed ആ one. ശാപം നിത്യം തുടരാൻ ദൈവം അനുവദിക്കുന്നില്ല. Lord is not allowing that curse to be പക്ഷേ continued. ഏശാവ് മുഖം കുടഞ്ഞു കളഞ്ഞില്ല. But Esau did not shake off the അവൻ yoke. ശാപയോഗ്യനായി ന്യായവിധിയിലേക്ക് പോകേണ്ടി വന്നു. He had to be accursed and go for the എന്നാൽ judgment. ലേവി ആ ശാപത്തിന്റെ മുഖം കുടഞ്ഞു പുറത്തു വന്നു. But Levi shook off the yoke of the curse അവൻ and came ഇസ്രായേൽ out. ഗോത്രത്തിൽ ഏറ്റവും ഉയർന്നവനായി. He became the most exalted among the അവൻ tribes of Israel. യോഗത്തിൽ അവന്റെ സാന്നിധ്യം ഇസ്രായേലിന് ആവശ്യമായി. His presence was imminent in the assembly. പ്രിയ സഹോദരങ്ങളെ, Dear brethren, ഒരുപക്ഷേ പാരമ്പര്യ ശാപം നമ്മളെ പിന്തുടരുന്നുണ്ടായിരിക്കാം. there could be curses of hierarchy in നാം you. ഒരിക്കലും ആ നുഖത്തിന് അടിമപ്പെട്ട് ജീവിക്കരുത്. We should not be subjected to that yoke. നാം പൂർണ്ണമായി ആ നുഖം കുടഞ്ഞു കളയണം. We have to shake off that yoke സ്വർഗം completely. നമുക്ക് അവസരം തരുമ്പോൾ, When the heavens give you the opportunity, സഹോദരന്റെ കെട്ടഴിയുമ്പോൾ, when the bonds of നാം your brother are നുഖം loose, കുടഞ്ഞു കളയണം. you have to shake it off. യാക്കോബും ഏശാവും ഒരു ദിവസം കണ്ടു. Jacob and Esau met one day അവർ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. and they hugged together. പക്ഷെ അതൊന്നും ഒരു നിത്യമായ ഒരു ക്ഷമയായിരുന്നില്ല. But it was not a complete forgiveness. പിന്നീട് അവർ വീണ്ടും ശത്രുക്കളായി തുടർന്നു. They continued to be enemies. എന്നാൽ ലേവി എന്താണ് ചെയ്തത്? But what did Levi do? അവനിടം കിട്ടിയപ്പോൾ When he got an opportunity, അവൻ ശാപത്തിന്റെ നുഖം കുടഞ്ഞ് he shook off the yoke of അവൻ curse യഹോവയുടെ പക്ഷത്തേക്ക് വന്നു. and came to the Lord's side. ശാപം ഒരു വലിയ നുഖമാണ്. Curse is a great yoke. യേശു ക്രിസ്തു ശാപത്തിന്റെ നുഖത്തിൽ നിന്ന് നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തട്ടെ. May the Lord Jesus bring you freedom from the yoke നിങ്ങളുടെ of curse. തീരുമാനവും നിങ്ങളുടെ തെരഞ്ഞെടുപ്പും നിങ്ങളെ ആ നുഖത്തിന്റെ അടിമത്തത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരട്ടെ. May your resolution and election bring you out of the yoke of മോശ curse. മുഖാന്തരം ഇസ്രായേലിന് ദൈവം പ്രമാണം കൊടുക്കുമ്പോൾ When the doctrines were given to Israelites by ആ Moses, ദൈവം പറയുകയാണ്, God said, മോവാബ്യനോ അമോന്യനോ
Moabites or Ammonites, 10ാം തലമുറക്കാരൻ പോലും even their 10th generation, ദൈവത്തിന്റെ സന്നിധിയിൽ വന്നുകൂടാ. should not come to the presence of God. മോവാബിയനും അമ്മോന്യനും The Moabites and the അവൻ Ammonites, 10ാം തലമുറക്കാരൻ പോലും until their 10th generation, ദൈവസന്നിധിയിൽ വന്നുകൂടാ. they should not come to the presence of God. എന്തൊരു കർക്കശമായ നിയമം! What a strict law. എന്നാൽ വിശുദ്ധ ബൈബിൾ നമ്മൾ പഠിക്കുമ്പോൾ But when we study the Holy Bible, ബൈബിൾ രൂത്ത് എന്ന ഒരു സ്ത്രീയെ നമുക്ക് കാണാം. we can see a woman named Ruth. ഇവളൊരു മോവാബിയ സ്ത്രീയായിരുന്നു. She was a Moabite. അവൾ ഇസ്രായേലിലേക്ക് വന്നു. She came to Israel. അവൾ ബേത്ലഹേമിലേക്ക് വന്നു. She came to Bethlehem. അവൾ യഹൂദ ഗോത്രത്തിലേക്ക് വന്നു. She came to the tribe of അവൾ Judah. ഇശായിയുടെ വംശത്തിൽ വന്നു. She came to the seeds of അവൾ Isaac. യേശുവിന്റെ തലമുറയിൽ എണ്ണപ്പെട്ടു. And then she was counted in the generation എന്താ of Jesus. ന്യായപ്രമാണം പറഞ്ഞത്? What did the law say? 10ാം തലമുറക്കാരൻ പോലും വന്നുകൂടാ. Even the 10th generation shall not come. പിന്നെ എങ്ങനെയാണ് ഈ മോവാബിയ സ്ത്രീ ഈ ബേത്ലഹേമിൽ വന്നത്? Then how did this Moabite woman come to Bethlehem? എങ്ങനെയാണ് അവൾ ഇശായിയുടെ വംശത്തിൽ വന്നത്? How did she come in the generation of അവൾ Jesse? എങ്ങനെയാണ് യേശുവിന്റെ തലമുറയിൽ വന്നത്? How did she come in the genealogy of Jesus? അവളുടെ തീരുമാനമാണ്. By her resolution. അവൾ നവോമിയോട് പറഞ്ഞു, She said unto Naomi, നിന്റെ ദൈവം എന്റെ ദൈവം, your God is my God. നിന്റെ ദൈവം എന്റെ ദൈവം, Your God is my God. നിന്റെ ജനം എന്റെ ജനം. Your people are my people. മരണത്താലല്ലാതെ നാം തമ്മിൽ പിരിഞ്ഞു പോകത്തില്ല. We shall not be separated until by death. ചില ശാപനുഖങ്ങളൊക്കെ നമ്മുടെ കഴുത്തിൽ സാത്താൻ വെക്കും. Satan may put up some yokes of പക്ഷേ അത് curse, കുടഞ്ഞു കളയേണ്ടത് നമ്മുടെ ഭാഗമാണ്. but it is our duty to shake it off. രൂത്ത് കുടഞ്ഞു കളഞ്ഞു. Ruth did it so. ഇപ്പോൾ അവൾ ബേത്ലഹേമിൽ വന്നു. Now she came to Bethlehem. ലേവി കുടഞ്ഞു കളഞ്ഞു. Levi did it so. ഇപ്പോൾ യഹോവയുടെ ആലയത്തിലെ ശുശ്രൂഷകരായി. Now they are the servants and the ministers in the ദൈവം temple of നമുക്ക് God. അവസരങ്ങളെ തരുമ്പോൾ, When the Lord gives the opportunity, ദൈവാത്മാവിന്റെ സാന്നിധ്യം നമ്മുടെ ഹൃദയത്തിൽ വരുമ്പോൾ, when the presence of the Spirit of the Lord comes into your heart, പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളെ ഉണർത്തുമ്പോൾ, when the Holy Spirit revives നാം you, തിരുവെഴുത്തിൽ കൂടെ സത്യങ്ങളെ അറിയുമ്പോൾ, when we know the truth through the scriptures, നാം മുഖം കുടഞ്ഞു കളഞ്ഞാൽ if we shake off that yoke, എല്ലാ വിധത്തിൽ ശാപങ്ങൾ നമുക്ക് പുറത്തു വരാം. we can come out of all the curses. അടുത്തതായി മനുഷ്യനെ അലട്ടുന്ന മറ്റൊന്ന് ഭയമാണ്. The next thing that afflicts man is fear. ഇന്ന് ലോകത്തിൽ ഏറ്റവും അധികം മനുഷ്യനെ അലട്ടുന്ന വിഷയങ്ങളിലൊന്ന് ഭയമാണ്. One of the greatest topics that afflict man is fear. പ്രത്യേകിച്ച് കൊറോണ മഹാമാരി വന്നതോടുകൂടി Especially during these times of corona, മനുഷ്യർ ഭയത്തിന് അടിമപ്പെടുകയാണ്. man is subjected to fear. ദിനംപ്രതി എത്രയോ പേരാണ് ഭയത്തിൽ നിന്നുള്ള രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് ആവശ്യപ്പെടുന്നത്. There are many who plead for prayer for the deliverance of ഭയത്തിൽ നിന്ന് fear. നമുക്ക് എങ്ങനെ സ്വാതന്ത്ര്യം പ്രാപിക്കാം? How can we be delivered from fear? യേശു നമ്മെ സ്വതന്ത്രരാക്കിയാലേ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടൂ. We can only be set free if Jesus sets us free. മനുഷ്യൻ എന്തുകൊണ്ട് ഭയപ്പെടുന്നു എന്ന് ചോദിച്ചാൽ, If we ask why does man fear, അനേക കാരണങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിയും. we can find a lot of reasons behind. അതിന്റെ എല്ലാ അടിസ്ഥാന ഘടകം മരണഭയമാണ്. But the fundamental cause is the fear of എബ്രായ death. ലേഖനം 12-ാം അധ്യായം 15-ാം വാക്യത്തിൽ വരുമ്പോൾ, Coming to Hebrews chapter 12 and verse 15, അവിടെ പൗലോസ്ലീഹ പറയുന്നു, there St. Paul അവൻ says, മരണഭയത്തിൽ ഇരുന്നവരെയൊക്കെയും വിടുവിച്ചു. and he delivered all those who were in the fear പുത്രൻ of death. സ്വാതന്ത്ര്യം വരുത്തിയാൽ മാത്രമേ Only if Son sets you free, നിങ്ങൾക്ക് ഭയത്തിൽ നിന്നൊരു വിടുതൽ കിട്ടത്തുള്ളൂ. you can be set free indeed. എബ്രായ ലേഖനം 2-ാം അധ്യായം അതിന്റെ 15. 15-ാം വാക്യം. Hebrews chapter 2 and verse 15. ശ്രദ്ധിക്കുക, ഹെബ്രായ ലേഖനം 2-ാം അധ്യായം 15-ാം വാക്യം. Hebrews chapter 2 and verse 15. തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നവരെ ഒക്കെയും വിടുവിച്ചു. ശ്രദ്ധിക്കുക, അവിടെ പൗലോസ്ലീഹ പറയുന്നു, There St. Paul is saying, മരണഭീതിക്ക് അടിമകളായിരുന്നവരെ ഒക്കെയും all those who were subjected to bondage of തന്റെ fear of death മരണത്താൽ താൻ വിടുവിച്ചു. has been set free by his death. മരണഭയത്തിൽ നിന്ന് യേശുവാണ് വിടുതൽ കൊടുക്കുന്നത്. It's Jesus who delivered from the fear ഇന്ന് of death. മനുഷ്യനെ അലട്ടുന്ന അനേക ഭയങ്ങളുണ്ട്. There are many fears that afflict man today. അടുത്ത കാലത്ത് ഞാനൊരു ഇംഗ്ലീഷുകാരന്റെ ബുക്ക് വായിച്ചു. Recently I read a book of an Englishman. ഭാര്യ ഭർത്താക്കന്മാർ രണ്ടുപേരും ഡോക്ടർമാരാണ്. Husband and wife both are doctors. അവർ ലോകത്തിൽ പലയിടങ്ങളിലും യാത്ര ചെയ്ത് They have traveled across the globe അവർ മനുഷ്യനെ അലട്ടുന്ന ഭയത്തെക്കുറിച്ച് പഠിക്കുകയാണ്. and they are studying about the phobias of the fear of അവർ man. എഴുതിയിരിക്കുന്ന ബുക്കിൽ ഏതാണ്ട് 32 ടൈപ്പ് ഭയം മനുഷ്യനെ അലട്ടുന്നുണ്ട്. And they have mentioned around 32 kinds of fear. 38 ടൈപ്പ്
ഭയം. 38 kinds of fear. ഏതാണ്ട് 38 ടൈപ്പ് ഭയം മനുഷ്യനെ അലട്ടുന്നുണ്ട്. 38 types of fear are afflicting ഈ man. ഭയത്തിന്റെ എല്ലാം ബേസ് മരണഭയമാണ്. And the base of all this fear is the ആ fear of death. മരണഭയത്തിന്റെ പിന്നിലാണ് മറ്റു ഭയങ്ങളെല്ലാം ഉണ്ടാകുന്നത്. All the other fears are derived from it. സകല മനുഷ്യരും ഒന്നല്ലെങ്കിൽ മറ്റൊന്നിനെ ഭയപ്പെടുന്നു. Every man fears one thing or the other. ബൈബിളിൽ അങ്ങനെ ഭയപ്പെട്ട അനേകരെ നമുക്ക് കാണാം. We can see many in the Bible who feared ഒരു likewise. ദിവസം ദൈവം ഏദനിലേക്ക് വന്നു. Once God came to Eden. ആദിമ മനുഷ്യനായ ആദാമിനെ ദൈവം വിളിച്ചു. The first man, Adam, was called. അപ്പോൾ ആദാം പറയുന്നു, Then Adam says, നിന്റെ കാലൊച്ച കേട്ട് ഞാൻ ഭയപ്പെട്ടു പോയി. I am afraid and tremble because of thy നിന്റെ footsteps. കാലൊച്ച കേട്ട് ഞാൻ ഭയപ്പെട്ടു പോയി. I have been shivering because of thy footsteps. കാരണം എന്ത്? Why? ഞാൻ നഗ്നനായി പോയി. Because I am naked. നിന്റെ കാലൊച്ച കേട്ട് ഞാൻ ഭയപ്പെടുന്നു. I am afraid because of thy footsteps. ആദാം ദൈവത്തിന്റെ കാലൊച്ച കേട്ട് ഭയപ്പെടുകയാണ്. Adam is afraid hearing the footsteps ഇനി of the അടുത്ത Lord. തലമുറയിലേക്ക് വരുമ്പോൾ When we go to the next generation, കായീൻ എന്നൊരുവനെ നമുക്ക് കാണാം. we can see another man named Cain. കായീൻ ദൈവത്തോട് പറയുന്നു, Cain says unto the Lord, നീ എന്നെ നിന്റെ സന്നിധിയിൽ നിന്ന് ആട്ടിക്കളഞ്ഞാൽ if you slay me again from your presence, ആരെങ്കിലും എന്നെ കണ്ടാൽ കൊല്ലും. if any man sees me, he will kill me. അവനിപ്പോൾ മരണഭയത്തിന് അടിമപ്പെടുകയാണ്. Now he is subjected to the fear of കാര്യം death അവന്റെ തെറ്റിനെ കുറിച്ച് അവൻ ബോധവാനായി തീരുന്നു. because he is reminded and revived about his വീണ്ടും നാം sin. താഴേക്ക് വരുമ്പോൾ Again, when you come down, ജോസഫിന്റെ സഹോദരന്മാർ ഭയപ്പെടുന്ന ഒരു രംഗം കാണാം. we can see a scene where the brothers of Joseph are afraid. 20 വർഷങ്ങൾക്ക് മുൻപേ അവർ വിറ്റുകളഞ്ഞ ജോസഫിനെ They sold Joseph 20 years ago. മിസ്രയീമിന്റെ അധിപതിയും ഫറവോന്റെ ഗൃഹത്തിന്റെ പിതാവുമായി കണ്ടപ്പോൾ When he saw them as the house, a lord of the house of Pharaoh, അവർ ഏറ്റവും ഭയപ്പെട്ടു വിറച്ചുപോയി. they were trembling and shivering. ഉൽപ്പത്തി പുസ്തകത്തിൽ വരുമ്പോൾ നമുക്കത് കാണാൻ കഴിയും. We can see that in the book of Genesis. വീണ്ടും നാം ഇസ്രായേൽ രാജാക്കന്മാരുടെ ചരിത്രം പഠിക്കുമ്പോൾ Again, when we study the history of the kings of Israel, ഇസ്രായേലിലെ ഒന്നാമത്തെ രാജാവായ ശൗൽ ഭയപ്പെടുന്നത് നമുക്ക് കാണാം. we can see the first king of Israel, Saul, being trembling. അവന്റെ അവസാന നാളുകളായപ്പോൾ During his final days, അവനൊരു ദുർമന്ത്രവാദിയുടെ അടുക്കൽ പോയി. he went unto a magician. അവൻ ദുർമന്ത്രവാദിയുടെ മന്ത്രവാദത്താൽ ശമൂവേലിനെ വരുത്താൻ നോക്കി. And he tried to call out Samuel by that black magic. ദൈവം അനുവദിച്ച സന്ദേശം അറിയിക്കുവാൻ ശമൂവേലിനെ ശൗലിന്റെ അടുക്കൽ വിടുന്നു. And the Lord permits Samuel to go unto Saul to give the counsel. അവിടെ ശമൂവേലിന്റെ വാക്ക് കേട്ട് ശൗൽ ഭയപ്പെട്ട് നിലത്ത് വീഴുകയാണ്. Again, when he hears the words of Samuel, Saul falls യഹോവ down. നിന്നെ വിട്ടുപോയി. The Lord has departed from you. നാളെ ഈ നേരത്ത് Tomorrow this time, നീയും നിന്റെ മകനും മരിച്ച് എന്നോടുകൂടെ ചേരും. you and your son shall die and അത് join me. കേട്ടപ്പോൾ ശൗൽ നിലത്ത് വീണ് Saul fell down, അവൻ ഏറ്റവും ഭയപ്പെട്ടു പോയി. and he was greatly afraid. ബൈബിളിൽ ഇങ്ങനെ അനേകർ ഭയപ്പെട്ട രംഗം നമുക്ക് കാണാം. We can see the scenes of many people who were fearful. ആദാം ഭയപ്പെടുന്നു, Adam is fearful, കായീൻ ഭയപ്പെടുന്നു, so was Cain. ജോസഫിന്റെ സഹോദരന്മാർ ഭയപ്പെടുന്നു, Joseph's brothers were afraid too. ശൗൽ രാജാവ് ഭയപ്പെടുന്നു. King Saul is afraid. ഒരു ഭാഗത്ത് ഭക്തനായ ജോബ് ഇങ്ങനെ പറയുന്നു, In another portion, devout Job is saying, അയ്യോ യഹോവേ, ഞാൻ ഭയപ്പെട്ടതല്ലോ എനിക്ക് വന്ന് ഭവിച്ചത്. Oh Lord, isn't that which I feared has happened to me? ആകയാൽ ഭയം ഒരു വലിയ കെണിയാണ്. Therefore fear is a great snare, ഭയത്തിന് വലിയ ദണ്ഡനമുണ്ട്. and there is a great punishment in it. ഭയപ്പെടുന്ന ഒരു മനുഷ്യൻ ഒരിക്കലും സുരക്ഷിതനായിരിക്കത്തില്ല. A man who is fearful is never എന്താണ് protected. ഈ ഭയത്തിന്റെ പിന്നിലുള്ള കാരണം? What is the reason behind this fear? ഒന്ന് മനസാക്ഷിയുടെ കുറ്റവിധിയാണ്. One is the conscience is being stricken. മനസാക്ഷി നമ്മളെ കുറ്റം വിധിക്കുന്നില്ല എങ്കിൽ If the conscience is not judging നമുക്ക് you, ധൈര്യമുണ്ടാകും എന്നാണ് യോഹന്നാൻ പറഞ്ഞിരിക്കുന്നത്. John says that you shall be bold and confident. പലപ്പോഴും ഭയത്തിന്റെ പിന്നിൽ മനസാക്ഷിയുടെ വിധിയുണ്ട്. Behind your fear is the judgment of the conscience. മനസാക്ഷി നമ്മുടെ തെറ്റിനെ ചൂണ്ടിക്കാണിക്കുന്നിടത്തോളം കാലം And until the conscience is pointing out the sin നമ്മുടെ in you, ഉള്ളം ഭയപ്പെട്ട് വിറച്ചുകൊണ്ടേയിരിക്കും. your soul will be trembling in എന്നാൽ fear. മനസാക്ഷിക്ക് ഒരു ശുദ്ധീകരണം ഉണ്ടായാൽ But if your conscience is made pure, നമുക്ക് ആ ഭയം വിട്ട് പുറത്തു വരാം. you can come out of that fear. രണ്ടാമത് നമ്മുടെ ജീവിതത്തിലെ മുൻകാല അനുഭവങ്ങളാണ്. Two is the former experiences of your life. മുൻപ് പലപ്പോഴും ജീവിതത്തിലുണ്ടായ അനുഭവങ്ങൾ The former experiences of your life, പലപ്പോഴും അത് പിന്തുടർന്ന് മനുഷ്യനെ ഭയപ്പെടുത്തുന്നത് കാണാം. we can see that it follows a man and make them afraid. മൂന്നാമതായി മനുഷ്യന് കിട്ടിയിരിക്കുന്ന തെറ്റായ അറിവുകളാണ്.
Third is the false knowledge received by man. പാരമ്പര്യമായി കൈമാറി വരുന്ന ചില തെറ്റായ അറിവുകളുണ്ട്. False knowledge which has been handed over by generations. ആ അറിവുകൾ പലതും നേരുള്ളതായിരിക്കണമെന്നില്ല. It cannot be true at certain points. പക്ഷേ ആ തെറ്റായ അറിവ് മനുഷ്യന്റെ മനസ്സിൽ ഭയമുളവാക്കും. But that false information creates fear in man. ഈ നാലാമത് നാം നോക്കിയാൽ But fourthly, when we look, ഭയത്തിന്റെ പിന്നിൽ സാത്താന്റെ സാന്നിധ്യമുണ്ട്. there is the presence of Satan behind this fear. മനുഷ്യനെ അലട്ടുന്ന ഏറ്റവും വലിയൊരു ദുഷ്ടശക്തിയാണ് ഭയം. And it is the evil power that afflicts man. ഭയം ഒരു കെണിയാണ്. Fear is a snare. തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു. True love casts out all fear. യേശുവിന്റെ സ്നേഹം നമ്മിൽ വന്നാൽ When the love of Jesus comes in you, നമുക്ക് ഭയത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കാം. we can be delivered from fear. മനസ്സാക്ഷിയുടെ കുറ്റവിധിയിൽ നമുക്ക് രക്ഷ പ്രാപിക്കാം. We can be delivered from the judgment of the conscience. നമ്മുടെ തെറ്റായ അറിവുകളിൽ നിന്ന് നമുക്ക് രക്ഷ പ്രാപിക്കാം. We can be saved from the false information. സാത്താന്റെ സാന്നിധ്യത്തിൽ നിന്ന് നമുക്ക് രക്ഷ പ്രാപിക്കാം. And we can be saved from the presence of Satan. യേശു നമ്മെ സ്വാതന്ത്ര്യം വരുത്തട്ടെ. May Jesus bring in freedom to you. മനുഷ്യനെ അലട്ടുന്ന ഒരു പ്രധാന വിഷയമാണ് ഭയം. And fear is something which terribles man. യേശു സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാണ്. If Jesus sets you free, you are free indeed. അടുത്തതായി മറ്റൊരു വിഷയം രോഗമാണ്. Another topic is sickness. ഇന്ന് ലോകം വളരെ പുരോഗമിച്ചു. Today world is advanced. മെഡിക്കൽ ഫീൽഡിന് വലിയ പുരോഗമനമുണ്ട്. There is a great advancement in the ഒരു medical പരിധി field. വരെ മനുഷ്യന്റെ രോഗത്തിൽ നിന്ന് മെഡിക്കൽ ഫീൽഡിന് അവനെ സഹായിക്കാം. Medical field can help him to an extent, പക്ഷെ അതൊരിക്കലും പൂർണ്ണമല്ല. but it's not complete. എന്നാൽ യേശു ഒരുവനെ വിടുതൽ കൊടുത്താൽ, But if Jesus sets one man free, യേശു ഒരുവനെ സ്വതന്ത്രനാക്കിയാൽ if Jesus sets a man free, അവൻ സാക്ഷാൽ സ്വതന്ത്രനാണ്. he is free indeed. ലൂക്കോസിന്റെ സുവിശേഷം 13 അധ്യായത്തിൽ വരുമ്പോൾ Coming to the Gospel of Luke chapter 13, അവിടെ ഏറെക്കുറെ 18 വർഷമായ ഒരു രോഗിയെ നമുക്ക് കാണാം. we can see a person who was in infirmity for അവളൊരു 18 years. കൂനിയായ സ്ത്രീയായിരുന്നു. She was a woman who was യേശു born. ഒരു ശബത്ത് ദിവസം ദേവാലയത്തിൽ ഇരിക്കുമ്പോൾ Jesus, when he was sitting on the Sabbath day in the ആ synagogue, സ്ത്രീയെ യേശു കണ്ടു. he beheld that woman, യേശു അവളെ സൗഖ്യപ്പെടുത്തി. and Jesus healed her. പരീശന്മാരും ശാസ്ത്രിമാരും യേശുവിന്റെ ഈ പ്രവൃത്തിയിൽ മുഷിഞ്ഞു. And they were annoyed, the Pharisees and the scribes. ഗുരു, നീ എന്താണ് ഈ ചെയ്തെന്ന് ചോദിച്ചു. Master, what hast thou done? അപ്പോൾ യേശു പറയുന്നു, Then Jesus answered, അവൾ അബ്രഹാമിന്റെ മകളല്ലേ? isn't she the daughter of 18 Abraham? വർഷമായി പിശാച് അവളെ കെട്ടിയിരിക്കുകയല്ലേ? Satan has set her bound for 18 ഞാൻ years. അവളെ കെട്ടഴിക്കുകയാണ്. I have loosed her bond. അവളൊരു രോഗിയായിരുന്നു. She was sick, യേശു അവളെ സൗഖ്യമാക്കി. and Jesus set her free. ലൂക്കോസിന്റെ സുവിശേഷം 13 അധ്യായം 10 വാക്യം വായിച്ചാൽ, Gospel according to Luke chapter 13 and verse 10 shall we read. ഒരു ശബത്തിൽ അവനൊരു പള്ളിയിൽ ഉപദേശിച്ചു കൊണ്ടിരുന്നു. അവിടെ 18 സംവത്സരമായി ഒരു രോഗാത്മാവ് ബാധിച്ചിട്ട് ഒട്ടും നിവരുവാൻ കഴിയാതെ കൂനിയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. യേശു അവളെ കണ്ട് അടുക്ക വിളിച്ചു. യേശു കണ്ട് അവളെ അടുക്കൽ വിളിച്ചു. Jesus saw her and called her to him. 18 വർഷമായി രോഗബാധിതയാണ്. And afflicted for 18 അവൾ years. കൂനി വളഞ്ഞിരിക്കുകയാണ്. She has bowed down. യേശു അവളെ അടുക്കൽ വിളിച്ചു. Jesus called her nigh. യേശു അവൾക്ക് സ്വാതന്ത്ര്യം വരുത്തി. And Jesus set her free. ക്ഷണത്തിൽ അവൾ നിവർന്നു നിന്നു. Immediately she was made straight. പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ If the Son sets you free, നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാണ്. ye shall free indeed. ആത്മാവ് നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ If the Spirit sets you free, നിങ്ങൾ സ്വാതന്ത്ര്യം പ്രാപിച്ചവരാണ്. you have received liberty. വിശുദ്ധ തിരുവെഴുത്തിലെ സത്യവചനം നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ If the true words of the scripture brings you നിങ്ങൾ free, സാക്ഷാൽ സ്വതന്ത്രരാണ്. you are free indeed. യേശു ആ കൂനിയായ സ്ത്രീയെ സൗഖ്യമാക്കി. Jesus healed that bowed woman, അവളുടെ ബന്ധനം അഴിച്ചു. and her bondages were set അവൾ loose. വിടുതൽ പ്രാപിച്ചു. She was അവൾ delivered. സൗഖ്യമുള്ളവളായി തീർന്നു. She became healed. രോഗിയായി വർഷങ്ങളായി വേദനപ്പെടുന്നവരെ And many who are sick and weak for യേശുവിന്റെ years സാന്നിധ്യത്തിനായി വാഞ്ചിക്കുവീൻ. desire for the presence of Jesus. യേശു നിങ്ങൾക്ക് സൗഖ്യം വരുത്തുമ്പോൾ, When Jesus brings a healing, യേശു നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തുമ്പോൾ, when Jesus brings a അത് deliverance, പൂർണ്ണമായ സൗഖ്യവും സ്വാതന്ത്ര്യവുമാണ്. it is a complete healing and complete ഈ freedom. മനുഷ്യനെ അലട്ടുന്ന മറ്റൊരു വിഷയം And again, the thing which afflicts സാത്താന്റെ man സാന്നിധ്യമാണ്. is the presence of Satan. സാത്താന്റെ സാന്നിധ്യം പലപ്പോഴും മനുഷ്യനെ അടിമപ്പെടുത്തും. The
the presence of Satan would subject man നമ്മുടെ in many കർത്താവായ situations. യേശു ഭൂമിയിൽ ഇരിക്കുമ്പോൾ Jesus Christ, when he was in this ഒരു world, നാൾ യേശു ഒരു തടാകത്തിന്റെ അക്കരയിലേക്ക് പോയി. once he went to the other shore of the lake. മത്തായിയുടെ സുവിശേഷം 8-29 വാക്യങ്ങൾ വായിക്കുമ്പോൾ Gospel according to Matthew chapter 8 verse 28 and യേശു ഒരു 29. തടാകം കടന്ന് മറുകരയിലേക്ക് ചെല്ലുകയാണ്. Jesus went on the other side of the lake. അവിടെ ഒരു മനുഷ്യൻ യേശുവിനെ എതിരിട്ട് വരുന്നു. There comes a man അവൻ against Jesus. വർഷങ്ങളായി പിശാചിനാൽ ബന്ധിതനാണ്. He is bounded by Satan for അവൻ long years. കല്ലറയിൽ കിടന്നവനാണ്. He was there in the sepulchre അവൻ അർത്ഥനഗ്നനാണ്. and he was naked. അവന്റെ കൈകൾ പലപ്പോഴും ചങ്ങലയിൽ ബന്ധിക്കുമായിരുന്നു. They used to bind his അവൻ hands, ചങ്ങലയെല്ലാം ഉരുമി ഒടിച്ചു കളയും. but he used to break away all the അവൻ chains കല്ലുകൊണ്ട് അവന്റെ കൈകാലുകളെ ചതയ്ക്കും. and used to bruise his hand and അവൻ feel his വലിയ soles. ശബ്ദത്തിൽ നിലവിളിക്കും. And with great sound he would cry out. എല്ലാവർക്കും അവനൊരു ഭയമായിരുന്നു. He was a source of fear for many. വർഷങ്ങളായി അവൻ പിശാചിന് അടിമയാണ്. He is obsessed and possessed അവൻ by the യേശുവിനെ devil. കണ്ടപ്പോൾ അലറി, And seeing Jesus, he cried out, യേശുവേ മഹോന്നത ദൈവത്തിന്റെ പുത്ര, Jesus Christ, O Son of God, നീ സമയത്തിന് മുൻപ് ഞങ്ങളെ ദണ്ഡിപ്പിക്കുകയാണോ? have you come here to torment us before യേശു time? സാത്താനെ ശാസിച്ചു. Jesus rebuked Satan. സാത്താൻ അവനെ വിട്ടുപോയി. Satan went off. ആ പട്ടണത്തിലൊക്കെയും ആ വാർത്ത അറിഞ്ഞു. And the news spread over the city. അവരെല്ലാവരും ഓടിക്കൂടി. They all gathered up. അവർ കണ്ട അത്ഭുതം എന്താണ്? And they were wondered ചില നിമിഷങ്ങൾക്ക് മുൻപ് വരെ until a few moments ago. അർത്ഥനഗ്നനായി, And half naked, കൈകാലുകൾ ചതച്ച്, bruised his hands and legs, അലറി വിളിച്ച്, crying out മറ്റുള്ളവരെ ഉപദ്രവിച്ച and oppressing others. ആ പിശാച് ബാധിതനായ മനുഷ്യൻ, That demon possessed man, അവൻ സുബോധം പ്രാപിച്ച്, he has become sober അവൻ വസ്ത്രം ധരിച്ച്, and has been clothed അവൻ യേശുവിന്റെ പാദപീഠത്തിൽ ഇരിക്കുകയാണ്. and sitting at the footstool of പ്രിയ Jesus. സഹോദരങ്ങളെ, Dear brethren, ഒരുപക്ഷേ നയന മനോഹരമായ വസ്ത്രങ്ങൾ നിങ്ങൾ അണിഞ്ഞേക്കാം. maybe you are adorned with beautiful garments. സമൂഹമധ്യേ നിങ്ങൾക്കെല്ലാം ഉണ്ടായിരിക്കാം. You may have everything in the society. എല്ലാവരാലും നിങ്ങൾ ആദരിക്കപ്പെടുന്നുണ്ടായിരിക്കാം. Maybe you are honored by every man. പക്ഷേ നിങ്ങളുടെ ഉള്ളിന്റെ അവസ്ഥ എന്താണ്? But what is the situation of your നിങ്ങൾ ആ soul? ഭൂതബാധിതനെ പോലെ കിടക്കുകയാണോ? Are you like that demon possessed നിങ്ങളുടെ man? ആത്മാവ് ഇടയ്ക്കിടയ്ക്ക് അലറിക്കൊണ്ടിരിക്കുകയാണോ? Is your spirit crying out? അരിഷ്ടതയുടെ ചങ്ങലയാൽ നിങ്ങൾ ബന്ധിക്കപ്പെടുകയാണോ? Are you being bounded by the chains and fetters? ഭയം നിങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണോ? Is fear haunting you? ഭാവിയെ കുറിച്ച് ഭയപ്പെടുകയാണോ? Are you fearful about the future? രോഗത്തെ കുറിച്ച് ഭയപ്പെടുകയാണോ? Are you fearful about sickness? അനർത്ഥത്തെ കുറിച്ച് ഭയപ്പെടുകയാണോ? Are you fearful about disasters? യേശു നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തട്ടെ. May Jesus set you free. പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാണ്. If the Son sets you free, you shall be free indeed. വീണ്ടും നാം തിരുവെഴുത്തിലേക്ക് കടന്നു വരുമ്പോൾ Again, we come back to the scriptures. മനുഷ്യനെ അലട്ടുന്ന ഒന്നും മരണത്തിന്റെ പാശങ്ങളാണ്. Again, one which afflicts man is the cords of death. ഒരിക്കൽ ഭക്തനായ ദാവീദ് പാടുന്നു, Again, devout David once sang, മരണപാശങ്ങൾ എന്നെ ചുറ്റി, cords of death had binded me, പാതാളത്തിന്റെ വേദനകൾ എന്നെ പിടിച്ചു, and the pains of hell had taken ഞാൻ flesh. വലിയ കഷ്ടത്തിലായി. I was in great affliction. മരണപാശങ്ങൾ എന്നെ ചുറ്റി, Cords of death had binded, പാതാളത്തിന്റെ വേദനകൾ എന്നെ പിടിച്ചു, and the pain of hell had ഞാൻ clutched me. വലിയ കഷ്ടത്തിലായി. I was in great മനുഷ്യനെ agony. അലട്ടുന്ന മറ്റൊരു വിഷയം ഇതാണ്. Another topic which entangles മനുഷ്യനെ man. അടിമപ്പെടുത്തുന്ന ശക്തിയാണ് മരണപാശം. And the cords of death are one which subjects പക്ഷേ man. പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ സ്വാതന്ത്ര്യം പ്രാപിക്കും. But if the Son sets you free, you shall receive യോഹന്നാന്റെ freedom. സുവിശേഷം 11-ാം അധ്യായത്തിൽ വരുമ്പോൾ Coming to the Gospel of John chapter 11, അവിടെ ഒരു അത്ഭുതപ്പെട്ട സംഭവ ചരിത്രം നമുക്ക് കാണാം. we can see a wonderful history over there. ബെഥാനിയയിൽ ലാസർ എന്നൊരുവൻ ഉണ്ടായിരുന്നു. There was Lazarus at Bethany. അവന് 2 സഹോദരിമാരുണ്ടായിരുന്നു. He had 2 sisters. അവർ യേശുവുമായി വളരെ ആത്മാർത്ഥ ബന്ധമുള്ളവരായിരുന്നു. And they were deeply connected and friends with Jesus. എന്നാൽ ലാസർ ഒരു നാൾ രോഗിയായി പോയി. But Lazarus became sick one day. ചില നാളുകൾക്ക് ശേഷം അവൻ മരിച്ചു. After a few days, he died. അവനെ അടക്കം ചെയ്തു. He was buried. ചില നാളുകൾക്ക് ശേഷം യേശു അവിടേക്ക് വരികയാണ്. After a few days, Jesus comes. യേശു വരുമ്പോൾ മാർത്തയും മറിയയും കരഞ്ഞു. Martha and Mary cried. അവർ ദുഃഖത്തോടെ പറഞ്ഞു, And with sorrow they said, കർത്താവേ, നീ എന്റെ ഭവനത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ Lord, if you were there in our എന്റെ house, സഹോദരൻ മരിക്കത്തില്ലായിരുന്നു. my brother had not died. എന്നാൽ യേശു എന്തു പറയുന്നു? But what did Jesus നീ say? വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. If you believe, you shall see the നീ glory of God. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം നീ കാണും. If you believe, you shall see the glory of അവർ God. വിശ്വസിച്ചു.
And they believed. അവർ ദൈവത്തിന്റെ മഹത്വം കണ്ടു. And they saw the glory of യേശു God. ലാസറിന്റെ കല്ലറയ്ക്കലേക്ക് പോയി. Jesus went to the tomb of Lazarus കല്ലറവാതിക്കലുള്ള കല്ല് ഉരുട്ടി മാറ്റുവാൻ ആവശ്യപ്പെട്ടു. and asked them to turn off the stone. യേശു ഉറച്ച ശബ്ദത്തോടെ പറഞ്ഞു, And with a great sound, Jesus said, ലാസർ പുറത്തു വരിക, Lazarus, come out. ലാസർ പുറത്തു വരിക. Lazarus, come out. ലാസർ പുറത്തു വന്നു. Lazarus came forth. പക്ഷേ അവൻ കെട്ടപ്പെട്ടവനായിരുന്നു. But he was bounded. യേശു പറയുന്ന വാക്കിങ്ങനെയാണ്, Jesus says these words, അവന്റെ കെട്ടഴിപ്പീൻ, set him free. അവൻ പൊയ്ക്കൊള്ളട്ടെ. Let him go. യോഹന്നാന്റെ സുവിശേഷം 11 വാക്യം വായിച്ചാൽ, Gospel according to John chapter 11 and verse 44 shall we read. മരിച്ചവൻ പുറത്തു വന്നു, അവന്റെ കാലും കൈയും ശീല കൊണ്ട് കെട്ടിയും മുഖം റൂമാൽ കൊണ്ട് മൂടിയും ഇരുന്നു. അവന്റെ കെട്ടഴിപ്പീൻ. Set him free. യേശു പറയുകയാണ്, Jesus is saying, അവന്റെ കെട്ടഴിപ്പീൻ, loose him. അവൻ പൊയ്ക്കൊള്ളട്ടെ. Let him go. ഈ രാത്രിയിൽ യേശു അതാണ് പറയുന്നത്. This night even Jesus is ഉയർത്തു saying, വന്ന യേശുവിന്റെ സാന്നിധ്യം നമ്മുടെ മധ്യമുണ്ട്. resurrected Jesus' presence is പ്രിയ over there. ദൈവവൈതലേ, Dear child of God, യേശു നിനക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ if Jesus sets you അത് free, സാക്ഷാൽ സ്വാതന്ത്ര്യമാണ്. it is true freedom. ഇന്ന് രാത്രി യേശുവിന്റെ സാന്നിധ്യം നിനക്ക് സ്വാതന്ത്ര്യം വരുത്തട്ടെ. Tonight let the presence of Jesus set you free. നിന്നെ സ്വതന്ത്രനാക്കി തീർക്കുവാൻ In order to make you free, അവൻ നിനക്ക് മറുവില കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു. He has paid the ransom നീ for you. അനാഥപ്പെട്ടു പോകാതിരിക്കുവാൻ In order for you to not be an ഒരമ്മ orphan, കുഞ്ഞിനെ സംരക്ഷിക്കുമ്പോൾ യേശു നിന്നെ സംരക്ഷിക്കുന്നു. the Lord preserves you like a mother ഇന്ന് preserves a രാത്രി child. നിന്നെ അലട്ടുന്ന വിഷയം എന്താണ്? Tonight, what is the topic that is നന്മ afflicting you? ചെയ്യാൻ നീ ആഗ്രഹിച്ചിട്ടും And you are desiring to do good, പിന്നെയും തിന്മ ചെയ്ത് but you are doing evil more and more. മനോവേദനപ്പെടുന്ന, And you are being mentally disturbed. വേദനപ്പെടുന്ന You are being troubled. ഒരു പാവിയുടെ അവസ്ഥയാണോ? Are you in the state of a യേശു sinner? നിനക്ക് സ്വാതന്ത്ര്യം വരുത്തും. Jesus will set you free. യേശുവിന്റെ ജീവന്റെ ആത്മാവ് നിനക്ക് സ്വാതന്ത്ര്യം വരുത്തും. And the spirit of the life of Jesus will പ്രിയ set you free. ദൈവവൈതലേ, Dear child of നീ God, ശാപത്തിന്റെ നുകത്തിന് അടിമയാണോ? are you under the bondage of the yoke of sin? വർഷങ്ങളായി നീ ശാപം ചുമക്കിയാണോ? Are you under the yoke of ഇന്ന് curse? രാത്രി യേശു നിന്റെ കെട്ടഴിക്കും. Tonight Jesus will set you നിന്റെ free. കെട്ടഴിയുമ്പോൾ നീ നുകം കുടഞ്ഞു കളവീൻ. And when your bonds are loose, നിന്റെ you should shake it off. കെട്ടഴിയുമ്പോൾ നുകം കുടഞ്ഞു കളവീൻ. Shake off all the yoke. വീണ്ടും ആ നുകത്തിലേക്ക് നിങ്ങൾ പോകരുത്. Do not run back again to that yoke. പുത്രൻ സ്വാതന്ത്ര്യം വരുത്തിയാൽ സാക്ഷാൽ നിങ്ങൾ സ്വതന്ത്രരാണ്. Because if the Son sets you free, you are free indeed. അതിലുപരിയായി And above all, സമൂഹം നിങ്ങളെ അയോഗ്യരായി എണ്ണിയേക്കാം. maybe the society counts you പ്രമാണം unworthy. നിങ്ങളെ ശാപയോഗ്യരായി എണ്ണിയേക്കാം. The law may count you curseful. പ്രമാണത്തിന്റെ മുൻപിൽ നിങ്ങൾ നികൃഷ്ട മനുഷ്യരായിരിക്കാം. You may be infirmity before the നിങ്ങളുടെ doctrine. തീരുമാനത്തെ ദൈവം നോക്കുന്നു. But the Lord looks upon your ലേവി decision. ഇസ്രായേലിൽ ശപിക്കപ്പെട്ടവനെന്നാണ് അപ്പൻ പറഞ്ഞത്. And Levi was a cursed man. ഇസ്രായേലേ, നിന്റെ യോഗത്തിൽ ലേവിയെ കൂട്ടരുതേ എന്നാണ് പറഞ്ഞത്. It was said, Israel, do not gather പക്ഷേ Levi in your ഇപ്പോൾ assembly. ഇസ്രായേലിന് യോഗം കൂടുവാൻ ലേവി ആവശ്യമായിരിക്കുന്നു. Now for the Israelites to assembly, there is the Levite over there. മോവാബിയൻ ശപിക്കപ്പെട്ടവനാണെന്ന് ബൈബിൾ പറഞ്ഞു. Bible says the Moabites were 10ാം cursed. തലമുറക്കാരൻ പോലും ദൈവസന്നിധിയിൽ വന്നുകൂടാ. Not even the 10th generation come to the എന്നാൽ presence of ഇപ്പോൾ God. മോവാബിയ സ്ത്രീയായ രൂത്തിന്റെ തീരുമാനം എന്താണ്? But what is the decision of Ruth the നിന്റെ Moabite? ദൈവം എന്റെ ദൈവമാണ്, Your God is my God. നിന്റെ ജനം എന്റെ ജനമാണ്. Your people are my നീ people. മരിക്കുന്നിടത്തെ ഞാനും മരിക്കത്തുള്ളൂ. I will die where you അവളുടെ die. തീരുമാനത്തെ സ്വർഗം മാനിച്ചു. And the heavens honored her അവൾ decision. ഇസ്രായേലിലേക്ക് വന്നു. She came to Israel. അതിലുപരി അവൾ ബേത്ലഹേമിലേക്ക് വന്നു. And above that she came to അവൾ Bethlehem. ഇശായുടെ വംശത്തിൽ വന്നു. She came to the generation of അവൾ Jesse. യേശുവിന്റെ തലമുറയിൽ എണ്ണപ്പെട്ടു. Counted in the genealogy of Jesus. പ്രിയ ദൈവവൈതലേ, Dear child of God, സമൂഹം പറഞ്ഞേക്കാം the society may നീ say ശപിക്കപ്പെട്ടവനാണെന്ന്. you are പക്ഷേ cursed. നിന്റെ തീരുമാനത്തെ ദൈവം നോക്കുന്നു. But the Lord looks upon your യേശു decision. പറയുന്നു, Jesus says, അവന്റെ കെട്ടഴിപ്പീൻ, loose him. അവന്റെ കെട്ടഴിപ്പീൻ, Loose him. അവൻ പൊയ്ക്കൊള്ളട്ടെ. Let him go. ഇന്ന് രാത്രിയിൽ യേശു അതാണ് പറയുന്നത്. Tonight Jesus is saying ഭയമാണോ unto you, നിന്നെ അലട്ടുന്നത്? is it fear that is ഇന്ന് afflicting you? രാത്രി ഭയത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവേൻ. Be free from that fear. തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു. True love casts out all പ്രിയ fear. ദൈവവൈതലേ, Dear child of God, രോഗമാണോ നിന്നെ അലട്ടുന്നത്? is it sickness that is ഇന്ന് afflicting you? രാത്രി സാത്താന്റെ കെട്ടഴിക്കുവാൻ യേശു നിന്റെ അടുക്കൽ നിൽക്കുകയാണ്. Tonight Jesus is standing nigh in order to ആ set all സ്ത്രീ the cords free. 18 വർഷം രോഗിയായിരുന്നു. That woman was afflicted for 18 മറ്റൊരു years. സ്ത്രീയെ കുറിച്ച് ബൈബിൾ പറയുന്നു, We see another woman. അവൾ ദീർഘവർഷം രോഗിയായിരുന്നു. She was afflicted for long അവർ years. ഏറിയ വൈദ്യന്മാരാൽ അനേക
ചികിത്സകൾ നടത്തി വേദനപ്പെട്ടിരുന്നു. She was troubled by the treatments of many പക്ഷേ അവൾ ഒരു physicians. ദിവസം യേശുവിന്റെ വസ്ത്രാഗ്രത്തിൽ തൊട്ടു. One day she touched the hem of the garment അവളുടെ of Jesus, രോഗത്തിന്റെ കെട്ടഴിഞ്ഞുപോയി. and the bindings of the sickness was set free. രോഗത്തിന്റെ കെട്ടഴിഞ്ഞുപോയി. It was set loose. രോഗത്തിന്റെ കെട്ടഴിയട്ടെ. Let all the bindings of sickness be set free. ശാപത്തിന്റെ കെട്ടഴിയട്ടെ. Let the yoke of curse be taken off. പാപത്തിന്റെ കെട്ടഴിയട്ടെ. Let the yoke of sin be taken വർഷങ്ങളായി off. നിന്നെ അലട്ടുന്ന ഭയത്തിന്റെ കെട്ടഴിയട്ടെ. That fear which is afflicting you for years shall be set ഒരുപക്ഷേ free. മരണഭാഷ നിങ്ങളെ ചുറ്റിയേക്കാം. Maybe it's the cords of death that is binding you. പാതാളത്തിന്റെ വേദനകൾ നിന്നെ പിടിച്ചേക്കാം. Maybe it's the pain of hair that is clutching you. ലാസറിന്റെ കല്ലറ പോലെ നിന്റെ ജീവിതം ചീഞ്ഞു നാറുന്നതായിരിക്കാം. Maybe it is stinging like the tomb of Lazarus. യേശു നിന്റെ അടുക്കൽ നിൽക്കുന്നു. Jesus is standing nigh. യേശു കൽപ്പിക്കുന്നു. Jesus is commanding. ലാസർ പുറത്തു വരിക. Lazarus, come out. ലാസർ പുറത്തു വരിക. Lazarus, come out. വീണ്ടും യേശു പറയുന്നു, Again Jesus says, അവന്റെ കെട്ടഴിപ്പീൻ. loose him. അവന്റെ കെട്ടഴിപ്പീൻ. Loose him. അവൻ പൊയ്ക്കൊള്ളട്ടെ. Let him go. ഇന്ന് രാത്രി ആ യേശുവിന്റെ സാന്നിധ്യം നമ്മുടെ മധ്യമുണ്ട്. Tonight that presence of Jesus is there in our പുത്രൻ midst. നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാണ്. If the Son sets you free, you are free indeed. നമുക്ക് ദൈവവചനം പൂർണ്ണമായി വിശ്വസിക്കാം. Let's completely believe the word of ആ God. തിരുവെഴുത്തുകളെ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് Let's believe that scripture with our ഇന്ന് heart. രാത്രി നമുക്ക് വാ കൊണ്ട് ഏറ്റു പറയാം. And tonight let us confess with our mouth. നമ്മെ അലട്ടുന്ന പ്രതിസന്ധി എന്തുമാകട്ടെ, Whatever may be the tribulation in you. ഏകാന്തതയിൽ നിങ്ങൾ ഭയപ്പെടുകയാണോ? Are you fearing loneliness? ഭാവിയെ ഓർത്ത് ഭയപ്പെടുകയാണോ? Are you fearing about the future? സാത്താന്റെ സാന്നിധ്യ നിമിത്തം ഭയപ്പെടുകയാണോ? Are you fearful before the presence of തികഞ്ഞ Satan? സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു. True love casts out all രാത്രി fear. യേശുവിന്റെ സ്നേഹം കൊണ്ട് നമ്മുടെ ഹൃദയം നിറയ്ക്കാം. Tonight let us fill our hearts with the love of Jesus. രാത്രി യേശുവിന്റെ സാന്നിധ്യം കൊണ്ട് നമ്മുടെ ഹൃദയങ്ങളെ നിറയ്ക്കാം. Tonight let us fill our hearts with the presence of Jesus. വിശ്വാസത്തോടെ നമുക്ക് ഏറ്റുപറയാം. By faith let us confess. യേശുവേ, Oh Lord, നീയാണ് എനിക്ക് മറുവില കൊടുത്തത്. you are the one who paid the ransom. യേശുവേ, Jesus, നീയാണ് എന്റെ കെട്ടുകളെ അഴിച്ചത്. you are the one who set me free. നീയാണ് എന്നെ സ്വതന്ത്രനാക്കിയത്. You are the one who gave me ഇനി liberty. ശേഷിപ്പുള്ള നാളുകളെല്ലാം ഞാൻ നിന്റെ ദാസനാണ്. In the rest of the days let me be thy എന്റെ servant. പ്രാണൻ ശരീരത്തെ വിട്ട് നിന്റെ അടുക്കൽ വരുവോളം Until my soul departs my body, ഞാൻ ഭൂമിയിൽ നിന്നോടൊപ്പം ജീവിച്ചുകൊള്ളാം. I shall dwell with thee in this earth. നീതിയുള്ള കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. May the righteous Jesus bless each and every പുത്രൻ one. സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാണ്. If the Son sets you free, you are free ആ indeed. യേശുവിന്റെ സാന്നിധ്യത്താലും By the presence of Jesus പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്താലും and by the presence of the Holy Ghost ദൈവവചനത്തിന്റെ സാന്നിധ്യത്താലും and by the presence of the word of നിങ്ങളുടെ God, ജീവിതത്തിൽ സ്വാതന്ത്ര്യം ഉണ്ടാകട്ടെ. let there be liberty in your കർത്താവ് life. നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. And the Lord bless everyone. തുടർന്ന് നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. And let's be in prayer ഈ continually. വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. May the Lord bless us with these words.